മിക്സിയുടെ മളികീശമാണത് വെക്കാൻ പോണെന്ന് ഞാൻ. സാധനങ്ങൾ ഇത് മുരിങ്ങയുടെ ഇല ഉരിച്ച് വെച്ചതാണ്. പിന്നെ തേങ്ങ പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, അരി വറുത്തത്, കുരുമുളക്, ജീരകം ഇതെല്ലാം കൂടി മിക്സിയിൽ അരയ്ക്കണം. പരിപ്പ് ഒഴിക്കാൻ പാത്രത്തിൽ വേവിച്ച പരിപ്പിനെ ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച മസാല ചേർക്കുകയാണ്. മസാലയ്ക്ക് എന്തെല്ലാം എടുത്തെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ മസാല എല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് വന്ന് അതും ഇതിൽ ചേർക്കുകയാണ്. ചേർത്തിട്ട് ഉപ്പ് ഇട്ട് നല്ലപോലെ തിളയ്ക്കണം. ഇതിൽ വെള്ളം കുറച്ച് ചേർക്കണം, അല്ലെങ്കിൽ വളരെ കൊഴുക്കനാകും. അതുകൊണ്ട് ഇത്തിരി വെള്ളം നമ്മൾ ചേർക്കണം. നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർക്കുക. ഇത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്. പാലക്കാട് പല രീതിക്കും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണത്. ഈ കൂട്ട് ഉള്ള ഉപ്പ് ചേർത്ത് അധികം ആവാനും പാടില്ല, പാകത്തിനിടുക. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അരി വറുത്തത് കുറച്ചെടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ജീരകം, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി തേങ്ങയും കൂട്ടി മിക്സിയിൽ നന്നായി അരച്ചിട്ട് വരണം. എന്നിട്ട് പരിപ്പ് വേവിച്ചതിൽ ഈ മസാല ചേർക്കുക. ചേർത്തിട്ട് ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മുരിങ്ങച്ചീര അതിലിടുക. അതൊരു 2 തിള വന്നതും വാങ്ങി വെക്കുക. ഇത് എളുപ്പമുള്ള പണിയാണത്. വേഗത്തിലാവും ചെയ്യും. ദേഹത്തിനും വളരെ നല്ലതാണത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ മുരിങ്ങച്ചീര അത്രയും നല്ലതാണ്. ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുരിങ്ങയുടെ ഇല കഴുകിയത് അതിലിട്ടിടുക. ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും അതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. നല്ലപോലെ ഞാൻ താത്തി കൊടുക്കണം. താത്തി അതൊന്ന് 2 തിള വന്നതും അതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. മുരിങ്ങച്ചീരയ്ക്ക് അത്ര മതി വേവ്. അധികം വേവില്ലാത്ത സാധനമാണത്. ഇത് ചോറിനൊക്കെ വളരെ നല്ലതാണ്, ദേഹത്തിനും നല്ലതാണത്. എന്തും നമുക്കിത് ആരോഗ്യമായിട്ടുള്ളതാണ്. ഇന്ന് ഡോക്ടർമാരെ പറയുന്നത് മുരിങ്ങച്ചീര ഉപയോഗിക്കണം എന്നാണ്. ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ജീവിച്ചതും ഞങ്ങളുടെ അമ്മമാർ ജീവിച്ചതും. ഇത് നല്ലപോലെ തിളച്ച് വെന്ത് കഴിഞ്ഞു. ഇനി ഇതത് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കപ്പലമുളകും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തുക. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വറുത്തിടാൻ. എന്നിട്ട് കടുകും കപ്പലമുളകും കൂടി ഇടണം. ഇതിന് സൈഡ് ഡിഷായിട്ട് ചേന വറുത്തതോ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയോ എന്തെങ്കിലും വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ പപ്പടം കൂടി കാച്ചി ഉള്ള. കടുക് ഇടാൻ പോകണം. 2 കപ്പലമുളകും. മുരിങ്ങ മളികീശ